ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ യഥാർത്ഥ ഫലം വരുന്നതിന് മുമ്പുള്ള ദ ജേണോയുടെ അവസാന വീഡിയോയാണിത്. അത് ബി ജെ പിക്ക് വേണ്ടി ഗോദി മീഡിയക്കാർ പടച്ചുവിട്ട ആ ഉഡായിപ്പ് എക്സിറ്റ് പോളുകളിൽ ഒരു സംസ്ഥാനത്തിൻ്റെ കണക്ക് കൂടി പൊള്ളയാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയുള്ളതാണ്. മഹാരാഷ്ട്ര 48 സീറ്റുള്ള മഹാരാഷ്ട്രയിൽ എല്ലാ ഗോദി മീഡിയ എക്സിറ്റ് പോളുകളും പ്രവചിക്കുന്നത് NDA ഏറ്റവും വലിയ കക്ഷിയായി മാറുമെന്നാണ്. 30 മുതൽ 38 സീറ്റ് വരെ അവിടെ NDA നേടും എന്നാണ് എല്ലാ ഗോദി മീഡിയകളുടെയും എക്സിറ്റ് പോൾ പറയുന്നത്. എന്നാൽ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പുകൾ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിരുന്ന ഘട്ടത്തിൽ പോലും ഈ വമ്പൻ എക്സിറ്റ് പോൾ ഏജൻസികളൊക്കെ തലയും കുത്തി വീണ തെരഞ്ഞെടുപ്പുകളിൽ പോലും കൃത്യതയോടുകൂടി പ്രവചിച്ചിട്ടുള്ള രുദ്ര എന്ന ലോക്കൽ റിസർച്ച് ഏജൻസി അവർ ഇപ്പോൾ നടത്തിയിരിക്കുന്ന പ്രവചനത്തിൽ 34 സീറ്റ് വരെ ഇന്ത്യ സഖ്യം നേടും. 13 സീറ്റുകളെ BJP നേതൃത്വം നൽകുന്ന NDAക്ക് അവിടെ നേടാനാകൂ എന്ന്. ഒരു സീറ്റ് സ്വതന്ത്രൻ നേടും. അവിടെ സ്വതന്ത്രരുടെ വിജയം എല്ലാ എക്സിറ്റ് പോൾ ഏജൻസികളും പ്രവചിക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ 41 സീറ്റ് നേടിയ NDAക്ക് ഇത്തവണ പരമാവധി 36 സീറ്റേ നേടാനാകൂ എന്നാണ് ഈ ഏത് എക്സിറ്റ് പോൾ എടുത്ത് പരിശോധിച്ചാലും മനസ്സിലാകുന്നൊരു കാര്യം. 10 അധികം സീറ്റ് ഇന്ത്യ സഖ്യത്തിന് നേടാനാകുമെന്ന് പറയുന്നു. പക്ഷേ മഹാരാഷ്ട്രയുടെ യഥാർത്ഥ ചിത്രം ഇന്ത്യ സഖ്യത്തിന് അനുകൂലമായ ഒരു തരംഗത്തിന് സമാനമാണ് എന്നാണ് ഈ രുദ്ര ഏജൻസി പറയുന്നത്. പൂനെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന റിസർച്ച് ആൻഡ് അനലിറ്റിക്സ് ടീമാണ് ഈ രുദ്ര എന്ന് പറയുന്നത്. മഹാരാഷ്ട്ര രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇങ്ങനെ കുറേ രാഷ്ട്രീയ പാർട്ടികൾ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും പ്രവചനങ്ങൾക്ക് അപ്പുറത്ത് പലതും സംഭവിക്കുന്ന ഇടമാണ്. അത്തരമൊരു ഘട്ടത്തിൽ പോലും കൃത്യതയോടെ, അതായത് ലീഡ് നിലയടക്കം പ്രവചിച്ച് മഹാരാഷ്ട്രയിൽ വലിയ അംഗീകാരം നേടിയിട്ടുള്ള ഒരു ഏജൻസിയാണ് ഈ രുദ്ര. അതുകൊണ്ട് തന്നെ അവർ പറയുന്ന ഈ മഹാരാഷ്ട്രയുടെ എക്സിറ്റ് പോൾ അത് ഗോദി മീഡിയ കേൾക്കുന്ന കരണത്തടിയാകുമെന്ന് 100% ഉറപ്പുള്ളത് കൊണ്ടാണ് ഈ ഫലം വരുന്നതിന് മുമ്പുള്ള നമ്മുടെ അവസാനത്തെ വീഡിയോ അങ്ങനെ ഒന്നാകട്ടെ എന്ന് കരുതിയത്. എന്തായാലും ഉത്തർപ്രദേശ് കഴിഞ്ഞാൽ ഏറ്റവും അധികം സീറ്റുകളുള്ള സംസ്ഥാനമാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം ക്രൂഷ്യലായിട്ടുള്ളൊരു സംസ്ഥാനം. അവിടെ ഈ ഗോദി മീഡിയ മുഴുവൻ BJPക്ക് 20 മുതൽ 22 വരെ സീറ്റുകൾ നേടാനാകുമെന്ന പ്രവചനം നടത്തുമ്പോൾ അവർക്ക് 9 സീറ്റേ കിട്ടുകയുള്ളൂ എന്ന് രുദ്ര ഏജൻസി പറയുന്നു. ആകെ 13 സീറ്റുകൾ. അതായത് മറ്റ് ഗോദി മീഡിയകൾ എക്സിറ്റ് പോളിൽ പറയുന്ന BJPയുടെ സീറ്റ് എണ്ണം പോലും NDAക്ക് മൊത്തത്തിൽ കിട്ടില്ല എന്ന്. ദയനീയമായിരിക്കും പ്രകടനമെന്നുള്ള കാര്യമാണ്. മഹാരാഷ്ട്രയിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്നുള്ള കാര്യം NDAയിലെ പ്രധാനപ്പെട്ട കക്ഷിയായ അജിത് പവാറിൻ്റെ NCPയുടെ പ്രധാനപ്പെട്ട നേതാവായ ഛഗൻ ഭുജ്ബൽ തന്നെ നേരത്തെ ഒരു ദേശീയ മാധ്യമത്തോട് ഈ പോളിംഗ് ഘട്ടത്തിൽ വ്യക്തമാക്കിയിരുന്നു. അവിടെ ഉദ്ധവിനും ശരത് പവാറിനും അനുകൂലമായ തരംഗമാണ് കാണാനാകുന്നത് എന്നുള്ളത്. ദേശീയ രാഷ്ട്രീയമൊന്നും അല്ല വിഷയമെന്നത്. മഹാരാഷ്ട്രയിൽ സംഭവിക്കാൻ പോകുന്നതിൻ്റെ നേർചിത്രം രുദ്ര വരച്ചിടുന്നത് ഇങ്ങനെയാണ്. അവിടെ 34 സീറ്റുകൾ ഇന്ത്യ സഖ്യം നേടുമെന്ന് പറയുന്നതിൽ ഉദ്ധവിൻ്റെ ശിവസേന 21 സീറ്റുകളിൽ മത്സരിച്ച് 14 എണ്ണത്തിൽ ജയിക്കും. 17 മത്സരിച്ച കോൺഗ്രസ് 12 സീറ്റുകൾ നേടും. ശരത് പവാറിൻ്റെ NCP 10 മത്സരിച്ച് 8 വിജയിക്കും. വലിയ സ്ട്രൈക്ക് റേറ്റ് ശരത് പവാറിൻ്റെ NCPക്ക് അനുകൂലമായി ഉണ്ടാകുമെന്നുള്ളതാണ്. അങ്ങനെയാണ് 34 സീറ്റ്. ഇനി NDAയിലേക്ക് വന്നാൽ BJP 28 മത്സരിച്ച് 9 സീറ്റിലേ ജയിക്കൂ. കഴിഞ്ഞ തവണ 23 സീറ്റുണ്ടായിരുന്നു BJPക്ക്. 14 സീറ്റുകൾ അവിടെ നഷ്ടപ്പെടാനുള്ള സാധ്യത. ഏകനാഥ് ഷിൻഡെയുടെ ശിവസേന 15 സീറ്റിൽ മത്സരിച്ച് വെറും 3 എണ്ണത്തിലേ ജയിക്കൂ എന്നുള്ളതാണ്. അജിത് പവാറിൻ്റെ NCPക്ക് ആകെ ഒറ്റ സീറ്റിലേ ജയിക്കാൻ കഴിയൂ. 4 എണ്ണത്തിലേ മത്സരിച്ചുള്ളൂ. 1 എണ്ണത്തിലേ ജയിക്കാൻ സാധിക്കൂ. 1 എണ്ണം സ്വതന്ത്രനും ജയിക്കും, സാംഗ്ലിയിൽ വിശാൽ പാട്ടീൽ. യഥാർത്ഥത്തിൽ ഈ 2 ശിവസേനകൾ തമ്മിൽ കടുത്ത പോരാട്ടം നടക്കുന്ന, അവർ തമ്മിൽ 13 ഇടങ്ങളിൽ ഏറ്റുമുട്ടുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ 2 പേർക്കും 8 മുതൽ 10 വരെയും 9 മുതൽ 11 വരെയും ഒക്കെ സീറ്റ് കിട്ടുമെന്ന് രാജ്യത്തെ വലിയ എക്സിറ്റ് പോൾ ഏജൻസി എന്ന് അവകാശപ്പെടുന്ന ആക്സിസ് മൈ ഇന്ത്യ പടച്ചുവിട്ട കണക്കിനെക്കുറിച്ച് നമ്മൾ വേറൊരു വീഡിയോയിൽ ചർച്ച ചെയ്തിരുന്നതാണ്. യഥാർത്ഥത്തിൽ അവിടെ ശിവസേന ഉദ്ധവ് വിഭാഗത്തിന് സീറ്റ് കൂടിയാൽ ഏകനാഥ് ഷിൻഡെയ്ക്ക് സീറ്റ് കുറയുമെന്നുള്ള യാഥാർത്ഥ്യം അതിവിടെ രുദ്ര ഏജൻസി കൃത്യമായി വരച്ചു കാട്ടുന്നുണ്ട്. വെറുതെ പറഞ്ഞു പോവുകയല്ല അവർ. ഓരോ മണ്ഡലത്തെയും വിശദമായി അവലോകനം ചെയ്ത് അവിടെ ജയിക്കുന്ന സ്ഥാനാർത്ഥി നേടാനിടയുള്ള ഭൂരിപക്ഷത്തെക്കുറിച്ചുള്ള സൂചന വരെ നൽകിയാണ് അവർ കണക്ക് പുറത്തുവിട്ടിരിക്കുന്നത്.
കറക്കി കുത്തിയെടുത്ത കണക്കല്ല എന്ന് വ്യക്തം. കൃത്യമായ റിസർച്ചിൻ്റെ അടിസ്ഥാനത്തിൽ അത് പരിശോധിക്കുകയാണെങ്കിൽ മഹാരാഷ്ട്രയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 6 സീറ്റുകളെന്ന് പറയുന്നത് മുംബൈ മേഖലയിലുള്ളതാണ്. ആ മുംബൈ നഗരമേഖലയിലെ 6 സീറ്റുകളിൽ 5 ഇന്ത്യ സഖ്യം ജയിക്കും എന്ന അതിനിർണായകമായ ഒരു പ്രവചനം രുദ്ര ഏജൻസി മുന്നോട്ട് വയ്ക്കുന്നു. ആകെ ഒറ്റ സീറ്റിലേ അവിടെ BJP ജയിക്കാനാകൂ. അത് പീയൂഷ് ഗോയലിൻ്റെ, കേന്ദ്രമന്ത്രിയായ പീയൂഷ് ഗോയലിൻ്റെ സീറ്റായ മുംബൈ നോർത്താണ്. അവിടെ 2,60,000 മുതൽ 3 ലക്ഷം വരെയുള്ള ഭൂരിപക്ഷത്തിൽ പീയൂഷ് ഗോയൽ ജയിക്കുമെന്നുള്ളതാണ്. മറ്റൊരു ശ്രദ്ധേയ മത്സരം നടക്കുന്ന മറ്റേ പോലീസ് ഉദ്യോഗസ്ഥനായ ഉജ്ജ്വൽ നിഗം BJP സ്ഥാനാർത്ഥിയായി വരുന്ന നോർത്ത് സെൻട്രൽ, അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ വർഷ ഗെയ്ക്വാദ് 40,000 മുതൽ 60,000 വരെ വോട്ടിന് ജയിക്കുമെന്നുള്ളതാണ്. വേറൊരു VIP മണ്ഡലമായ ബാരാമതി, സുപ്രിയ സുലെയും അജിത് പവാറിൻ്റെ ഭാര്യ സുനേത്ര പവാറും ഏറ്റുമുട്ടുന്ന അവിടെ 1,70,000 മുതൽ 2,30,000 വരെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ സുപ്രിയ സുലെ ജയിക്കുമെന്നുള്ളതാണ്. ഈ ഗോദി മീഡിയ മുഴുവൻ അവിടെ ഭയങ്കര ക്ലോസ് ഫൈറ്റ് നടക്കുകയാണ് എന്ന് പറയുമ്പോൾ 1,70,000 മുതൽ 2,30,000 വരെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ സുപ്രിയ സുലെ ജയിക്കുമെന്ന് രുദ്ര ഏജൻസി പറയുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട മണ്ഡലം സോലാപൂരാണ്. അവിടെ കോൺഗ്രസിൻ്റെ പ്രതിനിധി ഷിൻഡെ മത്സരിക്കുന്ന ഇടം. അവിടെ 70,000 മുതൽ 1 ലക്ഷം വരെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ അവർ വിജയിക്കുമെന്നുള്ളതാണ്. BJPയുടെ 2 പ്രധാനപ്പെട്ട വിജയം വരുന്ന സീറ്റുകൾ, ഒന്ന് ബീഡ്, പങ്കജ മുണ്ടെ മത്സരിക്കുന്ന സ്ഥലം. അവിടെ 15,000 മുതൽ 30,000 വരെ നേരിയ ഭൂരിപക്ഷത്തിന് പങ്കജ മുണ്ടെ വിജയിക്കുമെന്ന് പറയുന്നു. അമരാവതിയിൽ കഴിഞ്ഞ തവണ സ്വതന്ത്രയായി ജയിച്ച നവനീത് റാണ ഇപ്പോൾ BJPയിൽ ചേർന്ന് BJP സ്ഥാനാർത്ഥിയായാണ് മത്സരിച്ചത്. അവരും 15,000 മുതൽ 30,000 വരെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കും എന്നാണ് രുദ്ര ഏജൻസി പറയുന്നത്. BJPയുടെ മറ്റൊരു ഹെവി വെയ്റ്റ് സ്ഥാനാർത്ഥിയായ നിതിൻ ഗഡ്കരി മത്സരിച്ച നാഗ്പൂരിൽ 1,50,000 മുതൽ 1,75,000 വരെ ആയിരിക്കും ഭൂരിപക്ഷം എന്നുള്ള കാര്യവും ഈ രുദ്ര ചൂണ്ടിക്കാട്ടുകയാണ്. അങ്ങനെ 48 മണ്ഡലത്തിലെയും സ്ഥാനാർത്ഥികളുടെ ഭൂരിപക്ഷത്തിൻ്റെ റേഞ്ച് സഹിതം അത്രയും ആധികാരികമായി സമഗ്രമായി രുദ്ര ഏജൻസി മുന്നോട്ട് വയ്ക്കുന്ന ഈ എക്സിറ്റ് പോൾ, ഗോദി മീഡിയകൾ പുറത്തുവിട്ടിരിക്കുന്ന എക്സിറ്റ് പോളുകൾക്ക് വലിയ വെല്ലുവിളിയാണ്. അവരുടെ ആധികാരികതയെ ചോദ്യം ചെയ്യുന്നതാണ്. യഥാർത്ഥ ഫലം വരുമ്പോൾ രുദ്ര ചിരിക്കും. ഈ പറയുന്ന സംഘി എക്സിറ്റ് പോളുകാരെല്ലാവരും പൊട്ടിപ്പൊട്ടിക്കരയും മഹാരാഷ്ട്രയെയും ഓർത്ത്. പ്രതീക്ഷയറ്റുപോയ ഒരു കാലത്ത് പിന്നെയും പ്രതീക്ഷയുടെ വെള്ളി വെളിച്ചമേകുകയാണ്